നിവിൻ പോളി നായകനായ ഫാർമ സീരീസ് കണ്ടവർക്കറിയാം വലിയ മരുന്ന് കമ്പനികൾ എങ്ങനെയാണ് സാധാരണക്കാരെ ലാഭത്തിനായി ചൂഷണം ചെയ്യുന്നത് എന്നുള്ളത്. റിയൽ ലൈഫിൽ ഇത്തരം ബിഗ് ഫാർമ തട്ടിപ്പുകൾ തടയാൻ നമ്മുടെ നാട്ടിൽ നിയമങ്ങളില്ലേ? പരിശോധിക്കാം. ഒന്നാമതായി ക്ലിനിക്കൽ ട്രയലുകൾ. പാവപ്പെട്ട മനുഷ്യരെ ലാബ് എലികളെ പോലെ കണ്ട് പരീക്ഷണ വസ്തുക്കളാക്കാൻ മരുന്ന് കമ്പനികൾക്ക് അവകാശമില്ല. 2019 ന്യൂ ഡ്രഗ്സ് ആൻഡ് ക്ലിനിക്കൽ ട്രയൽ റൂൾസ് പ്രകാരം ഇൻഫോംഡ് കൺസെൻറ്റ് നിർബന്ധമാണ്. അതായത് ആ മരുന്നിൻ്റെ എല്ലാ പാർശ്വഫലങ്ങളും ആ പരീക്ഷണത്തിന് വിധേയനാകുന്ന ആളിന് അയാളുടെ മാതൃഭാഷയിൽ വിവരിച്ചു നൽകണം. ഇതിൽ വീഴ്ച വരുത്തിയാൽ കമ്പനി വലിയ തുക നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരാണ്. രണ്ടാമത്, മരുന്ന് കമ്പനികൾ ഡോക്ടർമാർക്ക് നൽകുന്ന ആഡംബര യാത്രകളും സമ്മാനങ്ങളും. ഇത് വെറും ഒരു ഗിഫ്റ്റ് അല്ല, നിയമവിരുദ്ധമാണ്. യൂണിഫോം കോഡ് ഫോർ ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റിംഗ് പ്രാക്ടീസസ് അഥവാ UCPMP ചട്ടങ്ങൾ പ്രകാരം കമ്പനികൾ ഡോക്ടർമാർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ പാടുള്ളതല്ല. ഇത്തരം സമ്മാനങ്ങൾ കൈപ്പറ്റുന്നത് ഡോക്ടർമാരുടെ ലൈസൻസ് റദ്ദാക്കാൻ വരെ കാരണമായേക്കാവുന്ന കുറ്റമാണ്. രോഗി എന്നത് കമ്പനികൾക്ക് ലാഭം കൊയ്യാനുള്ളൊരു മാർക്കറ്റ് അല്ല എന്ന് വ്യക്തം. മൂന്നാമതായി, ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ. ലാഭത്തിനായി മരുന്നിൽ കൃത്രിമം കാണിച്ചാൽ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് പ്രകാരം ജീവപര്യന്തം വരെ തടവ് ലഭിക്കാം. മരുന്ന് വാങ്ങുമ്പോൾ കൃത്യമായ ബില്ല് ചോദിച്ചു വാങ്ങുക. എന്തെങ്കിലും ക്രമക്കേട് തോന്നിയാൽ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് പരാതി കൊടുക്കുക. നിയമം അറിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സുരക്ഷ. താങ്ക് യു.